പരാതി മുഖ്യമന്ത്രിക്ക് നൽകും. ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കണം, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്നത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തു വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ അല്ല, ഈ അന്വേഷണം പറ്റും. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കേട്ടാലല്ലേ നമുക്ക് പുതിയ അന്വേഷണത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തു വിടണം. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തമായ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം, അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ, അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി. ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടണം. അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത്, എനിക്കറിയാം. എന്നിട്ട് പോലീസിൻ്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എൻ്റെ ധാരണ. അന്ന് കെ രാജനടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു എന്നും ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചു എന്നാണ്. ആരൊക്കെയാണ് അങ്ങനെ അന്വേഷണത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ആരന്വേഷിച്ചാലും ശരി, ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇത് ചേരയാണോ മൂർഖനാണെന്ന് പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ അന്വേഷണമല്ല ആവശ്യപ്പെടുന്നത്, ഞാൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും. പോലീസിലെ തന്നെ ഉന്നതർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരന്വേഷിച്ചൊരു അന്വേഷണ റിപ്പോർട്ടിൽ അത് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഈ പുതുതായിട്ട് വെച്ച കമ്മീഷൻ അല്ലല്ലോ, കമ്മിറ്റി അല്ലല്ലോ, നേരത്തെ വെച്ച കമ്മിറ്റിയാണല്ലോ. അപ്പോൾ ആ നേരത്തെ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റിപ്പോർട്ടിനകത്ത് സത്യമാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ. ഇവിടുത്തെ ഒരു ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ നടത്തിപ്പിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനകത്ത് സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയും. അപ്പോൾ അതിന് അഭിപ്രായം പറയാം. ചില ഹൈന്ദവ സംഘടന RSSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘടനകളും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടോടെ പുറത്തുവിടേണ്ടതല്ലേ ഈ സാഹചര്യത്തിൽ? അല്ല, അത് അവർ നടത്തിയ റിപ്പോർട്ട് അവർ പുറത്തുവിടണോ അവർ തീരുമാനിച്ചോട്ടെ, നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല.